ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ, അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 1682 സന്ദേശം. ഈ സന്ദേശത്തിൽ ഈശോ ഇപ്രകാരം പറയുകയാണ്: ആത്മാക്കള് പൂർണ്ണമായിട്ടും തങ്ങളെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി എൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ചാൽ, എന്നിൽ ശരണപ്പെട്ടാൽ, ഞാൻ അവരുടെ ജീവിതത്തിൽ അവരെ വിശുദ്ധീകരിക്കുന്ന ആ ഒരു ദൗത്യം എൻ്റെ തന്നെ ചുമതലയായിട്ട് ഏറ്റെടുക്കുമെന്ന് പറയുക. അതായത് നമുക്ക് നമ്മുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു രക്ഷയാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ദാനമായിട്ടല്ലാതെ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണെന്നാണ് തിരുസഭ നമ്മളെ പഠിപ്പിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും നമ്മുടെ തന്നെ മാനുഷിക പദ്ധതികൾക്കനുസരിച്ച് ജീവിതത്തിൽ ദൈവികമായ പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് ഒരിക്കലും സാധ്യമല്ല. അത് ഒരു ആത്മീയ അഹങ്കാരത്തിൻ്റെ ഒരു മേഖല കൂടിയാണ്, അല്ലെങ്കിൽ ഒരു അജ്ഞതയുടെയും ഒരു അന്ധതയുടെയും ഒക്കെ ഒരു മേഖലയാണത്. കാരണം ദൈവം തന്നെ നമ്മളിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുത്താൽ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഒരേ സമയം വിശുദ്ധീകരണവും ഒരേ സമയം മഹത്വപ്പെടലും ഒരേ സമയം അഭിഷേകത്താൽ നിറയുന്ന അവസ്ഥയുമായിട്ട് മാറും. അതായത് ചില വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ അവർ ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. അത് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്ന പോലെ സഹനത്തിൻ്റെ തീച്ചുളയിൽ അവർ ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയാണ്. പക്ഷെ അവർ ശുദ്ധീകരിക്കപ്പെടുമ്പോഴും അവരുടെ ചുറ്റുമുള്ളവർക്ക് അവർ രക്ഷയുടെ ഒരു അടയാളം പോലെ, അല്ലെ ദൈവകൃപയുടെ ഒരു കൈവഴികളായിട്ട് അവർ മാറി. അതോടൊപ്പം തന്നെ ദൈവിക പദ്ധതി ആ ടൈം ആൻഡ് സ്പേസിൽ, ആ കാലഘട്ടത്തിൽ അവരിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ആ വ്യക്തികളുടെ, അതായത് ആരാണോ ഇപ്രകാരം ദൈവകരുണയ്ക്കായിട്ട് സ്വയം വിട്ടുകൊടുക്കുകയും കർത്താവിൻ്റെ പ്രവർത്തികൾക്കായിട്ട് വിട്ടുകൊടുക്കുകയും ചെയ്ത് അവരുടെ വിശുദ്ധീകരണവും അവരുടെ കൃപയിലുള്ള വളർച്ചയും അതിലൂടെ തന്നെ സംഭവിച്ചു. അപ്പോൾ ഒരേ സമയത്ത് ദൈവഹിതത്തിന് ഒരാൾ സമർപ്പിക്കുമ്പോൾ അതൊരു പക്ഷേ അവൻ്റെ ജീവിതത്തിൽ അത്, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ അത് ശുദ്ധീകരണത്തിൻ്റെ സാഹചര്യങ്ങളായിരിക്കാം. പക്ഷേ അതൊരിക്കലും നാശകരമായിട്ടുള്ളൊരു കാര്യമല്ല. അത് എപ്പോഴും പരിപൂർണമായിട്ട് ഒരു വ്യക്തി വിശുദ്ധീകരിക്കപ്പെടുന്നതിനോടൊപ്പം വിശുദ്ധരായി തീരുകയും മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുകയും മറ്റുള്ളവർക്ക് കൃപയുടെ കൈവഴികളായി തീരുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മളെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. ദൈവം എടുത്തുപയോഗിക്കട്ടെ. അവിടുത്തെ തിരുഹിതത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആമേൻ പറയാം. ഈശോയെ, ഞാനെങ്കിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.